പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷന് പൂട്ടുവീഴും. സർക്കാർ ജോലിയിലിരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പോലീസ്, വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും. കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. സുനിഷ അയ്യല്ലൂർ നൽകും വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് സുനിഷ അയ്യല്ലൂർ. സ്വകാര്യ ട്യൂഷൻ അതിപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കാണുന്നതുമല്ലേ സുനിഷ? അതിനെ എങ്ങനെ പിടിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്? സുജയ, ഏതായാലും തുടക്കം മുതൽ തന്നെ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആരിൽ നിന്ന് പോയി എന്നതായിരുന്നു ചോദ്യം. ഇതിൽ പ്രധാനമായും മനസ്സിലാക്കുന്ന വിവരം ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ അധ്യാപകർ ഈ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരിൽ നിന്നായിരിക്കാമെന്നാണ്. സുജയ, ഞാനിപ്പോൾ ഉള്ളത് ഈ ABVPയുടെ ഒരു പ്രതിഷേധത്തിനിടത്താണ്. ഇവിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ABVP പ്രവർത്തകർ പ്രതിഷേധിക്കാനായി എത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് ഈ പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു കോലമൊക്കെ കൊണ്ട് ABVP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ പ്രതിഷേധമൊക്കെ ശക്തമാകുന്നതിനിടയിലാണ് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് എന്നതാണ് പ്രധാനമായും. ഈ ചോദ്യപേപ്പറൊക്കെ ചോരുന്നത് സർക്കാർ അധ്യാപകർ തന്നെ ഇതുപോലെയുള്ള സെന്ററുകളുടെയൊക്കെ ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ചോദ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കണ്ടെത്തൽ സർക്കാരിനുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജയ, അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ വകുപ്പ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഈ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കോ അധ്യാപകർക്കോ അല്ലെങ്കിൽ വിരമിച്ച അധ്യാപകർക്കോ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ഓൺലൈൻ ഈ ട്യൂഷൻ സെന്ററുകളിൽ അടക്കം പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ലിസ്റ്റ് എടുക്കാനായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് നിലവിൽ ഈ നേരത്തെ AUമാരോടൊരു ലിസ്റ്റ് തയ്യാറാക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ PTA ഭാരവാഹികളോടടക്കം ഇത്തരത്തിൽ ഈ അധ്യാപകർ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നതായി ട്യൂഷൻ സെൻ്ററുകളായി പ്രവർത്തിക്കുന്നതായി കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ലിസ്റ്റ് നൽകാനായി പറഞ്ഞിരിക്കുന്നത്. അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി എന്നതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുതന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ വിജിലൻസ് സംഘവും ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വിജിലൻസ് വിഭാഗവും ഇതേ രീതിയിലുള്ള ഒരു അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട് എന്നതാണ്. നിലവിൽ ഏതായാലും ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് പിടിവീഴും. ഈ സർക്കാർ അധ്യാപകർക്ക് പിടിവീഴും എന്നത് തന്നെയാണ്, പൂട്ടുവീഴും എന്നത് തന്നെയാണ്. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ പ്രതിഷേധം ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്നത് കൃത്യമായി നേരത്തെയും ഇതേ വിഷയത്തിൽ പലതവണ പരാതികൾ വന്നിട്ടുണ്ട്, അന്വേഷണം വന്നിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്നു. പക്ഷേ അത് ഏത് തരത്തിലുള്ള നടപടിയാണ് എടുത്തത് എന്ന് പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഏത് നടപടിയാണ് എടുക്കുന്നത്, എത്തരത്തിലുള്ള ശിക്ഷയാണ് ഇതിൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകളുടെ പേര് പുറത്തു പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇനി ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് അധ്യാപകർ ഇങ്ങനെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ ചതിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച നടത്താതിരിക്കൂ എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്ത് നടപടിയെടുന്ന് വിവരിക്കേണ്ടത് അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കടമയാണ് എന്നത് തന്നെ. ABVPയുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് സുനിഷ? സുജയ, നിലവിൽ ഇവർ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നൊരു ആവശ്യം തന്നെയാണ്. കാരണം ഇത് പലതവണയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പരാതികൾ ആവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഏകദേശം 4-5 ദിവസങ്ങളായിട്ടു ഇതുവരെ ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കാർ സാധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഫേസ്ബുക്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ അന്ന് വൈകുന്നേരം പോലീസ് അവൻ്റെ വീട്ടിലെത്തും.